നമസ്കാരം. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തത്സമയം തങ്ങളുടെ പഞ്ചായത്തുകളുടെ വികസന വഴികളും ഇനി മുന്നേറാനുള്ള പാതകളും കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് തൃശൂർ ജില്ലയിലെ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, മലപ്പുറം ജില്ലയിലെ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമുന കല്ലേരി എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശൂർ ജില്ലയിലെ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് എന്ന നേട്ടം, മാലിന്യ സംസ്കരണ രംഗത്ത് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ നേട്ടങ്ങളും പഞ്ചായത്ത് ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉണ്ട്. നമസ്കാരം ശ്രീമതി ശോഭന. നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ പഞ്ചായത്താണ്. ഇതുവരെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താമോ? എല്ലാവർക്കും കയ്പമംഗലം പഞ്ചായത്തിലേക്ക് സ്വാഗതം. കയ്പമംഗലം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിസ്മയ തീരം പാർക്ക്, കുട്ടികളുടെ ഓപ്പൺ ജിം, കളി ഉപകരണങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വിസ്മയ തീരം പാർക്ക്. അതുപോലെ തന്നെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഒരു ഫ്രഷ് ആകുന്നതിനും റിലാക്സേഷൻ ചെയ്യുന്നതിന് വേണ്ടി ടേക്ക് എ ബ്രേക്ക്, അതോടൊപ്പം ഒരു വാട്ടർ കിയോസ്ക് അവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി 8-9 വാർഡുകളിൽ അടങ്ങുന്ന കനാലിന്റെ സൈഡ് കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 2.5 കോടി രൂപ വിലയിരുത്തിയിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായി ചെയ്തു തീർക്കുന്നതാണ്. കനാലിന്റെ സൈഡ് കെട്ടി സംരക്ഷിക്കുന്നതിനും SC കോളനികളുടെ സംരക്ഷണത്തിന് വേണ്ടി കനാലിൽ നിന്നും മണ്ണെടുത്ത് തീരദേശത്ത് നിക്ഷേപിച്ചുകൊണ്ട് ഒരു പരിധി വരെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിക്കും. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2.5 സ്ക്വയർ ഫീറ്റിന്റെ ഒരു MCF പ്രാവർത്തികമാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ 20 വാർഡുകളിൽ 20 ഹരിതകർമ്മസേന അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും പഞ്ചായത്തിന്റെ ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനും വേണ്ടിയിട്ട് 1500ഓളം ബയോബിന്നുകൾ നമ്മൾ കൊടുക്കുകയുണ്ടായി. കയ്പമംഗലം പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാന വിഷയം ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡ് നമ്മളിപ്പോ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ അനുമതി കിട്ടി. ബസ് ഇറങ്ങുന്നതിനുള്ള അനുമതി നമുക്ക് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികളായി പോകുന്നു. തീർച്ചയായും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ അഭിമാന പദ്ധതി എന്ന് പറയാവുന്ന ഒന്ന് തന്നെയാണ് വിസ്മയ തീരം നിർമ്മാണം എന്നുള്ളത്. ഇതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ? ഇത് ടൂറിസം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ CRZ അനുവാദം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് കയ്പമംഗലം പഞ്ചായത്തിലെ 19-ാം വാർഡിലാണ് ഈ വിസ്മയ തീരം പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അത് ടൂറിസത്തിന് നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് CRZ അനുവാദം കിട്ടിയിട്ടുണ്ട്. തുടർ പ്രവർത്തനങ്ങളായിട്ട് 2ാം ഘട്ട പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ MCF ഒരു ക്രിമിറ്റോറിയം വരുന്നതിന് വേണ്ടിയിട്ട്, പാവപ്പെട്ട ആളുകളെ സംസ്കരിക്കുന്നതിന് വേണ്ടി ക്രിമിറ്റോറിയം വരുന്നതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തീരദേശത്തുള്ള ആളുകൾക്കും കുട്ടികൾക്കും നീന്തൽക്കുളത്തിന്റെ പദ്ധതി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമൃതവർഷിണി വാട്ടർ ATM എന്ന് പറയുന്നതും പഞ്ചായത്തിന്റെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പദ്ധതി കൂടി തന്നെയാണ്. കാരണം ഈ മഴക്കാലം അവസാനിച്ചു, വലിയൊരു വേനലിലേക്ക് ചുവട് വെക്കുമ്പോൾ അമൃതവർഷിണി വാട്ടർ ATM പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അതിന്റെ പദ്ധതികൾ എങ്ങനെയാണ് ഈ ഒരു പഞ്ചായത്ത് ഇതുവരെ നിർവഹിച്ചിട്ടുള്ളത്? അത് നമുക്ക് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഫണ്ട് വെച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഒരു ഫണ്ടും കൂടി വെച്ചും കൊണ്ടാണ് നമ്മൾ 2 ഭാഗത്ത് ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ വഞ്ചിപ്പര ബീച്ചിലും ടേക്ക് എ ബ്രേക്കിന്റെ അടുത്ത് വാട്ടർ ATM പ്രാവർത്തികമാക്കിയത്. തീരദേശത്തെ ജനങ്ങള് വെയിൽ വന്നാൽ വെള്ളത്തിന്റെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെ നമ്മൾ
ടാങ്കർ ഉപയോഗിച്ച് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. എങ്കിലും തന്നെ ഈ വാട്ടർ പ്യൂരിഫൈ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ വെള്ളത്തിന്റെ ഉപയോഗം കൂട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പഞ്ചായത്തിലെ മറ്റ് വീടുകളിലേക്കെല്ലാം കുടിവെള്ളം എത്തുന്നുണ്ടോ? ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കുടിവെള്ളം ഒരു കിട്ടാക്കനിയായി തന്നെയാണോ അവിടെ ഉള്ളത്? എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തുന്നുണ്ടോ? നമ്മുടെ പ്രധാന വിഷയം നമ്മുടെ NHന്റെ റോഡുകളുടെ പണി നടക്കുന്നതുകൊണ്ടാണ് കൈപ്പലം പഞ്ചായത്തിൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വാട്ടർ ടാങ്ക് വഴിക്കും അതുപോലെ നമ്മള് ടാങ്കർ വഴിക്കും വെള്ളം വീടുകളിൽ എത്തിക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും ടാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നതിനുള്ള വാട്ടർ ടാങ്ക് ഇത് കൊടുത്തിട്ടുണ്ട്. പൊതു ടാപ്പുകൾ കളഞ്ഞുകൊണ്ട് എല്ലാ വീട്ടിലേക്കും കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. അത് ഒരു പരിധി വരെ നമുക്ക് എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഴക്കാലമാകുമ്പോൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെ മറികടക്കാൻ എന്തൊക്കെ പദ്ധതികളാണ് പഞ്ചായത്ത് ചെയ്തു വരുന്നത്? വെള്ളം രൂക്ഷമായ രീതിയിൽ കയറി കഴിഞ്ഞാൽ കനോലി കനാലിൽ നിന്നാണ് കൂടുതലായിട്ട് വെള്ളം കയറുന്നത്. അത് തീരത്തെ കനോലി കനാൽ കിഴക്ക് ഭാഗത്താണ് വെള്ളം കയറിയിട്ട് ഒരുപാട് വീടുകളെ നമുക്ക് മാറ്റി പാർപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അത് പല പൊതുസ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ അവരെ മാറ്റി പാർപ്പിക്കേണ്ട എല്ലാ വർഷവും മാറ്റി പാർപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് കനോലിക്കാലന്റെ സൈഡ് കെട്ടി സംരക്ഷിക്കുന്നത് പാവപ്പെട്ട ആളുകളെ ഒരു പരിധി വരെ ഈ വെള്ളക്കെട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതിനും 2.5 കോടി രൂപ വിലയിരുത്തിയിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് കനാലിക്കോലിന്റെ സൈഡ് കെട്ടാനാണ്. വളരെ നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ഇതിൽ വീടുകൾ നഷ്ടമായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അവർക്കെല്ലാം ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീടുകൾ എത്തിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ PMAY പദ്ധതി പ്രകാരവും ഇത്തരത്തിൽ വീടുകൾ എല്ലാവർക്കും പഞ്ചായത്തിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? 90% നമുക്ക് ലൈഫിന്റെ വീടുകൾ കൊടുത്തു കഴിയാൻ സാധിച്ചിട്ടുണ്ട്. 1% മാത്രമാണ് നമുക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഫണ്ടിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട്. 90-95% നമ്മുടെ ലൈഫ് വീടുകൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതൊന്നാണ്, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഒരു പഞ്ചായത്ത് ആണ് എന്നുള്ളൊരു നേട്ടം കൂടി ഈ ഒരു പഞ്ചായത്ത്, കയ്പമംഗലം പഞ്ചായത്ത് നേടിയിട്ടുണ്ട്. ഇതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അതൊന്ന് വിശദീകരിക്കാമോ? എല്ലാ വാർഡിലും നമ്മൾ യോഗങ്ങൾ വെച്ച് അവിടെ പറഞ്ഞു മനസ്സിലാക്കി പഴയ സാക്ഷരതയിൽ നിന്നും ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള സാക്ഷരത അവരെ പഠിപ്പിച്ചു കൊടുത്ത് അവരെല്ലാവരും തന്നെ ഒരു പരിധി വരെ ഒരു ഏജിനനുസരിച്ച് എല്ലാവരും സാക്ഷരതയിൽ അവര് മൊബൈൽ ആപ്പ് വഴിക്ക് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു. എല്ലാ വാർഡിലും സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നമ്മൾ നേരത്തെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കാര്യം പറഞ്ഞു. 20 വാർഡുകളാണുള്ളത്. 20 വാർഡുകളിലും സജീവമായി തന്നെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. MCFകളുണ്ട്. ബയോബിനുകൾ അടക്കം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? 20 വാർഡിൽ 40 ഹരിതകർമ്മ സേന അംഗങ്ങളാണ്. അവര് എല്ലാ വീടുകളും എത്തുന്നുണ്ട്. അവിടെ നിന്ന് പ്ലാസ്റ്റിക് കവറുകള്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, കുപ്പിച്ചില്ലുകളൊക്കെ എടുത്ത് അവര് വലിയ MCFലേക്ക് കൊണ്ടു നിക്ഷേപിച്ച് അവിടെ നിന്ന് ക്ലീൻ കേരളയാണ് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ബയോബിൻ, നമ്മൾ 1500ഓളം ബയോബിൻ നമ്മൾ ഓരോ വീടുകളിലേക്കും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ബയോബിൻ കൊടുത്തു കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലും കുട്ടികൾക്കാണെങ്കിലും നിരവധി പദ്ധതികളാണ് കയ്പമംഗലം പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നത്. ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് നിലവിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്? ഭാവിയായിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? LP UP സ്കൂളുകൾക്ക് നമ്മൾ പ്രഭാത ഭക്ഷണം കാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ട് പോരുന്നതാണ്. 5 കൊല്ലമായിട്ട് നമ്മളെ പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്നു. അവർക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഓരോ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ട് പോരുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നമ്മൾ നേരത്തെ പ്രധാനപ്പെട്ട പല വെല്ലുവിളികളും പഞ്ചായത്ത് നേരിടുന്നുണ്ടാവും. അതിലൊന്ന് തന്നെയാണ് നേരത്തെ ഈ വെള്ളക്കെട്ട്, മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് വലിയൊരു രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകുകയാണ്. ഇപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? നമ്മുടെ പഞ്ചായത്തിന്റെ വിഷയം നമ്മളെ വാട്ടർ അതോറിറ്റി കുഴിച്ച റോഡുകളായിരുന്നു. നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ 10 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ റോഡുകളെ റീസ്റ്റോറേഷൻ വർക്കുകൾ നടത്തുകയും
ഒരു 80% റോഡുകൾ റീടാറിങ് നടത്തുകയും ചെയ്തു. ഇപ്പോ പരിപൂർണമായിട്ടും നമ്മളെ റോഡുകളിലെ ഒരുവിധം പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട് കൈപ്പമംഗലം പഞ്ചായത്തിന്. തീർച്ചയായും കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് എന്നറിയാൻ സാധിക്കുന്നു. അത്തരത്തിൽ കൃഷിക്കായി കർഷകർക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ വന്യജീവി ആക്രമണം എല്ലാം അവിടെ ഉണ്ടോ? അതിനെ പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ടോ? കാർഷിക മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. കൈപ്പമംഗലം പഞ്ചായത്ത് തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 75% സബ്സിഡിയോട് കൂടിയുള്ള വളമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കൃഷി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കൊടുക്കുന്നുണ്ട്. കുറ്റിക്കുരുമുളക് പോലുള്ള സംഭവങ്ങൾ, പച്ചക്കറി വിത്തുകൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ കൃഷി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ പിന്നാക്ക വിഭാഗം ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്? പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് 8-9 വാർഡുകളാണ് SC കോളനികൾ പ്രധാനമായിട്ടുള്ളത്. SC കോളനികളിലെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന കട്ടില്, അതുപോലെ തന്നെ അവരെ വീട് റിപ്പയർ, കുടിവെള്ളം, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മെമ്പർമാരെ ഇടപെട്ടൊക്കെ നമുക്ക് വാർഡുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിൽ ഒരുപടി മുന്നിലാണ് കൈപ്പമംഗലം പഞ്ചായത്ത് എന്ന് അറിയാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ ഈ കുടുംബശ്രീ, അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇവരെയെല്ലാം കൂടെ ഏകോപിപ്പിച്ച് എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്? തൊഴിൽ സംരംഭങ്ങൾ ഏതെങ്കിലും പ്രവർത്തികമായിട്ടുണ്ടോ? കുടുംബശ്രീ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹരിതകർമ്മ സേനകളുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ പഠനവും മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് DGDKY എന്നുള്ള സംരംഭം, അതുപോലെ തന്നെ എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്ന രീതിയിൽ ഒരുപാട് മീറ്റിങ്ങുകൾ കൂടുകയും എഡ്യൂക്കേഷനായ കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തൊഴിലും വളരെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ജോലി കിട്ടുവാനുള്ള വഴികൾ കണ്ടെത്തുകയും അത് സർക്കാരിന്റെ രീതി അനുസരിച്ചുകൊണ്ട് നല്ല രീതിയിൽ എല്ലാ ഏജിനനുസരിച്ചിട്ടുള്ള ജോലികൾ കൊടുക്കാനായിട്ട് കൈപ്പമംഗലം പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നിലവിൽ പഞ്ചായത്ത് പൂർത്തീകരിക്കാനിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവിയിൽ എന്തൊക്കെ പദ്ധതികളാണ് ഈ പഞ്ചായത്ത് ആവിഷ്കരിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്? പാവപ്പെട്ട ആളുകൾക്ക് ശവസംസ്കാരം ചെയ്യുന്നതിനുള്ള ഒരു ക്രിമിറ്റോറിയമാണ് ഞങ്ങളെ പ്രധാന ലക്ഷ്യം. അത് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിന്റെ പേപ്പർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥലം ഞങ്ങൾ കണ്ടെത്തി അതിന്റെ നഞ്ച മാറ്റി തിരുവനന്തപുരത്ത് നമ്മുടെ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ മേശമൽ വരെ അതിന്റെ ഡീറ്റെയിൽ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അതിന്റെ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ക്രിമിറ്റോറിയത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതാണ്. പിന്നീട് മറ്റുള്ള കുട്ടികൾക്ക് നീന്തൽക്കുളം തുടക്കം കുറിച്ചിട്ടുണ്ട്. ഫിറ്റ്നസ് സെന്റർ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഫിറ്റ്നസ് സെന്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിന് 5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഫിറ്റ്നസ് സെന്റർ ആണ്. അത് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നാളെയാണ് 21-ാം തീയതിയാണ് അതിന്റെ ഓപ്പൺ. അപ്പോ സ്ത്രീകളുടെ ശാക്തീകരണം, അത് സ്ത്രീകളുടെ വളരെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് സെന്റർ ആണ് പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. തീർച്ചയായും അത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്നതും അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് നാളെ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ആരോഗ്യ മേഖലയിൽ ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് പഞ്ചായത്ത് സ്വന്തമാക്കിയിട്ടുള്ളത്? നമ്മുടെ കൈപ്പമംഗലം പഞ്ചായത്തിൽ 431 പാലിയേറ്റീവ് കെയർ രോഗികളാണുള്ളത്. അതിൽ ഡയാലിസിസ് പേഷ്യന്റുകൾ 33 എണ്ണമുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ മരുന്ന്, ഭക്ഷണം, അവരുടെ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ഫണ്ടുകളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. നമ്മൾ പഞ്ചായത്ത് ഫണ്ട് കൊടുത്തുകൊണ്ടാണ് അവരുടെ ഡയാലിസിസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മരുന്നുകളും മറ്റും ശുശ്രൂഷകളൊക്കെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പാലിയേറ്റീവ് കെയറിന്റെ രോഗികളുടെ വീടുകളിൽ പോവുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും കൂടിയിട്ട് ചെയ്തു കൊടുക്കുന്നത്. തീർച്ചയായും വിസ്മയ തീരം നിർമ്മാണം, അമൃത വർഷിണി, വാട്ടർ ATM തുടങ്ങി നിരവധി പദ്ധതികളാണ് ഇതുവരെയും പഞ്ചായത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. തുടർന്നും നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഭാവി പദ്ധതികളെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയാണ് പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ശോഭന. ഇനി മലപ്പുറം ജില്ലയിലെ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് മൈമുന കല്ലേരി പങ്കുവയ്ക്കും. അതിനു മുൻപ് ചെറിയൊരിടവേള.